പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നമ്മൾ ചക്രീയ ചതുർഭുജങ്ങൾ അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ചില ആശയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു ആ ആശയങ്ങൾ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ചക്രീയ ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ എന്തായിരുന്നു? അനുപൂരകങ്ങളായിരുന്നു എന്നാണ് നമ്മളവിടെ കണ്ടെത്തിയത്. ഈ ആശയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലും ഇതേ ആശയവുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 59 5ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ ABCD എന്ന ചതുർഭുജത്തിൻ്റെ അടുത്തടുത്ത കോണുകളുടെ സമഭാജികൾ പരസ്പരം മുറിച്ച് കിടക്കുന്ന ബിന്ദുക്കളാണ് PQRS. PQRS ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ പറയാം. ഇൻ ദ പിക്ചർ, ബൈസെക്ടേഴ്സ് ഓഫ് ദ അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD intersect at PQR and S. Prove that PQRS is a സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ് ചോദ്യം. ഇവിടെ കാണുന്ന PQRS എന്ന് പറയുന്ന 4 ബിന്ദുക്കൾ നിങ്ങൾ കണ്ടല്ലോ. അത് യോജിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്ത് ചതുർഭുജമാണെന്ന് തെളിയിക്കണം? ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കണം. അത് ഈ 4 ബിന്ദുക്കൾ എങ്ങനെ ഉണ്ടായി എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അടുത്തടുത്ത കോണുകളുടെ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ്. അതായത് ദ പോയിൻറ്റ്സ് വെയർ ദ ബൈസെക്ടേഴ്സ് ഓഫ് ദ അഡ്ജസൻറ്റ് ആംഗിൾസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. ആ പോയിൻ്റുകളാണ് ഈ PQRS എന്നിവ. ഈ PQRS യോജിപ്പിച്ച് കിട്ടിയ ഈ ചതുർഭുജം, ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് ക്വാഡ്രിലാറ്ററൽ എന്നാണ് തെളിയിക്കേണ്ടത്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ് തെളിയിക്കേണ്ടത്. ചോദ്യം ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി പറയാം. ABCD എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണ്, ഒരു ക്വാഡ്രിലാറ്ററലാണ്. അതിൻ്റെ 4 ആംഗിൾസാണ് ABCD എന്നിവ. ഈ ആംഗിൾസിൻ്റെ ബൈസെക്ടേഴ്സ് വരച്ചിരിക്കുകയാണ്. അങ്ങനെ ബൈസെക്ടേഴ്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആംഗിൾസ്, എക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെ വരും? എയും ബി വരും, ഡി വരും അല്ലേ? എക്ക് സമീപത്തുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? ബിയും ഡിയും. ഞാൻ ആദ്യം എയുടെ ഒരു ബൈസെക്ടർ വരച്ചു, അടുത്ത് ബിയുടെ ഒരു ബൈസെക്ടർ വരച്ചു. ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് 6 ആണെന്ന് പറയുന്നുണ്ട്. ഈ 2 ലൈൻ സെഗ്മെൻറ്റുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് 6 ആണ്. അടുത്ത 2 അഡ്ജസൻ്റ് ആംഗിൾസ് ആയിട്ട് ഞാൻ ഡി ഒന്നെടുക്കുന്നു, ഡിയുടെ ബൈസെക്ടർ വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആംഗിളാണ് സി, അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിനെ പി എന്ന് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള 2 സമീപ കോണുകളാണ്, അഥവാ അഡ്ജസൻ്റ് ആംഗിൾസാണ് ബിയും സിയും. ഇവ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ ക്യൂ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ജോഡിയായ എയുടെയും ഡിയുടെയും ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിൻറ്റിനെ എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് PQRS എന്ന് പറയുന്ന 4 ബിന്ദുക്കൾ കിട്ടിയിട്ടുള്ളത്. ഈ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന PQRS എന്ന് പറയുന്ന ചതുർഭുജം കാണുന്നുണ്ടല്ലോ. ഈ ചതുർഭുജം PQRS, ഈ ക്വാഡ്രിലാറ്ററൽ എന്താണെന്നാണ് തെളിയിക്കേണ്ടത്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാണ് തെളിയിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മളിതിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് തെളിയിക്കുക? ഒന്നുകിൽ ഈ 4 ബിന്ദുക്കൾ വഴി കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ പറ്റും, ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് തെളിയിക്കണം? സപ്ലിമെൻ്ററി ആണെന്ന് തെളിയിക്കണം അല്ലേ? അഥവാ അനുപൂരകങ്ങളാണെന്ന് തെളിയിക്കണം. അതിൻ്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണെന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണോ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ ഇതിൽ ഒരു ആംഗിൾ എടുക്കുകയാണ്, ആംഗിൾ R. ഈ ആംഗിൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. ഈ ആംഗിൾ R കണ്ടുപിടിക്കാനായിട്ട് കൺസിഡർ ട്രയാങ്കിൾ ARB, ത്രികോണം ARB പരിഗണിക്കുക. ഇതിൽ ഈ ആംഗിൾ നമുക്കറിയാമോ? ഈ കാണുന്ന ആംഗിൾ എന്താണ്?
ഈ ആംഗിൾ എയുടെ പകുതിയല്ലേ? കാരണം എന്താ, ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ആംഗിൾ എയുടെ ബൈസെക്ടറാണ്. നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ഈ ഓരോ ലൈനും ബൈസെക്ടേഴ്സാണ്. ഈ കാണുന്നത് ഡിയുടെ ബൈസെക്ടറാണ്, ഈ കാണുന്നത് സിയുടെ ബൈസെക്ടറാണ്, ഈ കാണുന്നത് ബിയുടെ ബൈസെക്ടറാണ്. സമഭാജികളാണ്, കോണുകളുടെ സമഭാജികളാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എയുടെ പകുതിയല്ലേ? അപ്പോൾ ഈ കാണുന്ന ആംഗിളിനെ നമുക്ക് ആംഗിൾ A/2 എന്നെഴുതിക്കൂടെ? ആംഗിൾ എയുടെ പകുതിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിലെ ഇവിടുത്തെ ആംഗിൾ എത്രയാ? ഈ കാണുന്ന വര കോൺ ബിയുടെ സമഭാജിയാണ്, ആംഗിൾ ബിയുടെ ബൈസെക്ടറാണ്, ആംഗിൾ ബൈസെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? ആംഗിൾ B/2 ആണല്ലോ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നമ്മൾ കാണുന്ന ട്രയാങ്കിളിൽ ARB എന്ന് പറയുന്ന ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത് ആംഗിൾ A/2, ഇവിടെ ആംഗിൾ B/2. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മൂന്നാമത്തെ ആംഗിളായ ആംഗിൾ R കണ്ടുപിടിച്ചൂടെ? എത്ര ഡിഗ്രി ആയിരിക്കും? മൂന്നിൻ്റെയും കൂടെ തുക എന്ന് പറയുന്നത് 180 അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അത് രണ്ട് ആംഗിൾസ് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിളായ ആംഗിൾ ARB, ഈ കാണുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180യിൽ നിന്നും ഏതൊക്കെ കുറയ്ക്കുമ്പോഴാണ് കിട്ടുന്നത്? 180 മൈനസ് ദിസ് ആംഗിൾ A/2 ആൻഡ് ദിസ് ആംഗിൾ B/2. ഈ രണ്ട് ആംഗിൾസും കൂട്ടിയിട്ട് 180 എന്ന് കുറയ്ക്കുമ്പോൾ ഏത് കിട്ടും? നമുക്ക് ആംഗിൾ ARB കിട്ടും. അപ്പോൾ ആംഗിൾ ARB എന്ന് പറയുന്നത് 180 മൈനസ് A/2 പ്ലസ് B/2 ആണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി. അതായത് ഈ ക്വാഡ്രിലാറ്ററിലെ ഒരു ആംഗിൾ കിട്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൂട്ടി നോക്കിയാൽ അത് അനുപൂരകങ്ങളാണെങ്കിൽ ഇത് ചക്രീയമാണല്ലോ. അപ്പോൾ ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട ഏതാ? ഈ ARB എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതാ? CPD എന്ന് പറയുന്ന ഈ ആംഗിൾ. അത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് നമുക്ക് ട്രയാങ്കിൾ CPD ഒന്ന് പരിഗണിക്കൂ. കണ്ടല്ലോ, CPD എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇതിലെ ഈ ആംഗിൾ എത്രയെന്ന് നമുക്കറിയാം. ഈ കാണുന്നത് ആംഗിൾ ഡിയുടെ ബൈസെക്ടറാണ്. ആംഗിൾ കോൺ ഡി രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മാറുന്നുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ D/2 ആയിരിക്കും അല്ലേ? ആംഗിൾ ഡിയുടെ പകുതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളോ? ഈ ആംഗിൾ എത്രയാ? ഇതെന്ന് പറയുന്നത് ആംഗിൾ സിയുടെ ബൈസെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സിയെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എത്രയായിരിക്കും? ആംഗിൾ C/2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരെണ്ണം ആംഗിൾ D/2, ഒരെണ്ണം ആംഗിൾ C/2. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആംഗിൾ, ഈ ട്രയാങ്കിളിലെ CPD എന്ന് പറയുന്ന ട്രയാങ്കിളിലെ മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിച്ചൂടെ? രണ്ട് കോണുകൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ കോൺ എങ്ങനെ കിട്ടും? 180 മൈനസ് ഇത് എത്രയാ? 180 മൈനസ് ആംഗിൾ D/2 പ്ലസ് ആംഗിൾ C/2. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഏത് കിട്ടും? മൂന്നാമത്തെ ആംഗിളായ ആംഗിൾ CPD എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ C/2 പ്ലസ് ആംഗിൾ D/2 എന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ആംഗിൾസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ PQRS. അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവ ഒന്ന് കൂട്ടുകയാണ്. അതായത് ആംഗിൾ R പ്ലസ് ആംഗിൾ P. ആംഗിൾ ആറും ആംഗിൾ പിയും. ആംഗിൾ R എത്രയെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടിരിക്കുന്നത്? 180 മൈനസ് ആംഗിൾ A/2 പ്ലസ് ആംഗിൾ B/2. ആംഗിൾ P എത്രയെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? 180 മൈനസ് ആംഗിൾ C/2 പ്ലസ് ആംഗിൾ D/2. ഇത് കൂട്ടി നോക്കൂ. 180യും 180യും കൂടെ കൂട്ടിയാൽ 360 മൈനസ് കൊണ്ട് തന്നെ മൈനസ് ആംഗിൾ A/2 മൈനസ് കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആംഗിൾ B/2. 180 ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൈനസ് ആംഗിൾ C/2
മൈനസ് ആംഗിൾ D/2 അല്ലേ. 180യും 180യും കൂടെ കൂട്ടി 360, ബ്രാക്കറ്റിൻ്റെ പുറത്തെടുത്തു, മൈനസ് കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും, -a/2 മൈനസ് b/2, ഇവിടെ മൈനസ് കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ -c/2 മൈനസ് d/2 ഈക്വൽ ടു 360 മൈനസ്, ഇതിലെല്ലാത്തിലും മൈനസ് കോമൺ ആയിട്ടുണ്ട് അല്ലേ. ആ മൈനസിനെ ഞാൻ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ബാക്കി എന്ത് വരും? ആംഗിൾ A/2 പ്ലസ് ആംഗിൾ B/2 പ്ലസ് ആംഗിൾ C/2 പ്ലസ് ആംഗിൾ D/2 ഈക്വൽ ടു 360 മൈനസ്, എല്ലാത്തിലും ഡിനോമിനേറ്റർ സെയിം ആണ്, ഛേദം തുല്യമാണ്. അപ്പോൾ ഛേദത്തിന് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. /2 കോമൺ ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ ന്യൂമറേറ്ററുകൾ ഏത് മാത്രമായിട്ട് വരും? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D. ഈ ആംഗിൾ A എന്ന് പറയുന്നതും ആംഗിൾ B എന്ന് പറയുന്നതും ആംഗിൾ C എന്ന് പറയുന്നതും ആംഗിൾ D എന്ന് പറയുന്നതും എന്താണ്? ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് അല്ലേ. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 360 ഡിഗ്രി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ Dക്ക് എന്ത് പറയാം? പകരം നമുക്ക് 360 എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെ മാറും? 360 മൈനസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ Dക്ക് പകരം 360 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എന്തായി? 360 മൈനസ് 360/2 എത്രയാ? 180 ഈക്വൽ ടു 360 നിന്ന് 180 പോയാൽ 180 ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? ആംഗിൾ R പ്ലസ് ആംഗിൾ P എന്ന് പറയുന്നത് ആംഗിൾ R പ്ലസ് ആംഗിൾ P ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് കിട്ടി. അതിനർത്ഥം എന്താ? ഈ രണ്ട് ആംഗിൾസുകളും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി ആയിട്ട് കിട്ടുന്നുണ്ട്? 180 ഡിഗ്രി ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനർത്ഥം ഈ രണ്ട് ആംഗിൾസും സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഒരു ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണെന്നാണ് നമുക്ക് കിട്ടിയത്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി. ദെയർഫോർ എന്താവും? നമ്മൾ പഠിച്ചതനുസരിച്ച് ഒരു ചതുർഭുജത്തിൻ്റെ എതിർകോണുകൾ അനുപൂരകങ്ങളായാൽ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയാൽ ആ ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ എന്തായിട്ട് മാറും? ഒരു ചക്രീയ ചതുർഭുജമായിട്ട് മാറും. Therefore PQRS is a cyclic quadrilateral അഥവാ ചക്രീയ ചതുർഭുജം ആണ്. ഈ നോട്ടൊന്ന് എഴുതിയെടുത്തോളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിലെ BC, CA, AB എന്നീ വശങ്ങളിൽ PQR അടയാളപ്പെടുത്തി. AQR, PBR എന്നീ ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങൾ വരച്ചിരിക്കുന്നു. ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് M. CPQ എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും M-ൽ കൂടി കടന്നു പോകുന്നുവെന്ന് തെളിയിക്കുക. ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. ഇൻ ദ പിക്ചർ പോയിന്റ്സ് PQR are marked on the sides BC, CA, AB of triangle ABC and the circumcircles of triangle AQR and triangle BRP are drawn. M is a point where these circles intersect. Prove that the circumcircle of triangle CPQ also passes through M. ഇതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി ഞാൻ വ്യക്തമായി കാണിക്കാം. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സാണ് BC, CA ആൻഡ് AB. ഈ 3 സൈഡ്സിലും 3 പോയിൻ്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. BC എന്ന് പറയുന്ന വശത്ത് P എന്നും CAയിൽ Q എന്നും
എ ബിയിൽ 6 എന്നും പറഞ്ഞ് 3 ബിന്ദുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് 3 ലൈൻ സെഗ്മെൻറ്റുകളും വരച്ചിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ കാണുന്ന 3 വരകളാണ്. ഇവിടെ നോക്കൂ, ഇവിടെ 3 ത്രികോണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് എ ക്യു ആർ എന്ന് പറയുന്ന ത്രികോണം, രണ്ടാമത്തത് പി ബി ആർ എന്ന് പറയുന്ന ത്രികോണം, മൂന്നാമത്തതോ സി പി ക്യു എന്ന് പറയുന്ന ഈ ത്രികോണം. അപ്പോൾ ഇതൊരു ത്രികോണം, ഇവിടെ ഒരു ത്രികോണം, ഇവിടെ ഒരു ത്രികോണം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ 2 ത്രികോണങ്ങളുടെയും, അതായത് എ ക്യു ആർ എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെയും പി ബി ആർ എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെയും സർക്കം സർക്കിൾസ്, പരിവൃത്തങ്ങൾ എം എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ ആദ്യത്തെ 2 ട്രയാങ്കിൾസ്, നമ്മൾ 3 ട്രയാങ്കിൾ കണ്ടു. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ. അതിലെ ആദ്യത്തെ 2 ട്രയാങ്കിൾസിൻ്റെയും പരിവൃത്തങ്ങൾ അഥവാ സർക്കം സർക്കിൾസ് എം എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ത്രികോണമായ സി പി ക്യു എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്തവും, അത് കണ്ടല്ലോ, ആ ട്രയാങ്കിൾ കണ്ടല്ലോ, സി പി ക്യു. ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളും ഏത് വഴി പാസ് ചെയ്യുന്നു എന്ന് തെളിയിക്കണം. എം എന്ന് പറയുന്ന പോയിൻ്റ് വഴി പാസ് ചെയ്യുന്നു എന്ന് തെളിയിക്കണം. ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളിൽ പി എന്നും ക്യു എന്നും ആർ എന്നും 3 ബിന്ദുക്കൾ രേഖപ്പെടുത്തിയിരുന്നു. അവ യോജിപ്പിച്ചുകൊണ്ട് 3 ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുമ്പോൾ 3 ത്രികോണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് എ ക്യു ആർ, അടുത്തത് പി ബി ആർ, മൂന്നാമത്തത് സി പി ക്യു. ക്വസ്റ്റ്യനിൽ പറയുന്നത് ആദ്യത്തെ 2 ട്രയാങ്കിൾസിൻ്റെയും പരിവൃത്തങ്ങൾ അഥവാ സർക്കം സർക്കിൾസ് എം എന്ന ബിന്ദു വഴി കടന്നു പോവുകയാണെങ്കിൽ മൂന്നാമത്തെ ട്രയാങ്കിളിൻ്റെയും പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ എം എന്ന ബിന്ദു വഴി കടന്നു പോകും എന്നാണ് തെളിയിക്കേണ്ടത്. ഇപ്പം നോക്കൂ, സി പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ പരിവൃത്തം നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. 3 ബിന്ദുക്കൾ വഴി നമുക്ക് എന്തായാലും ഒരു പരിവൃത്തം വരയ്ക്കാൻ പറ്റും. അത് എം എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകണം, 4മതൊരു ബിന്ദുവിൽ കൂടി കടന്നു പോകണം എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. 3 ബിന്ദുക്കൾ വഴി കടന്നു പോകുന്നത് 4മത്തെ ഒരു ബിന്ദു വഴി കൂടെ കടന്നു പോകുന്നു എന്ന് തെളിയിക്കണം. അതായത് എം എന്ന ബിന്ദുവിൽ കൂടി ഈ പരിവൃത്തം, ഈ സർക്കം സർക്കിൾ കടന്നു പോകുന്നു എന്ന് തെളിയിക്കണം. അതിനായിട്ട് ഈ 4 ബിന്ദുക്കളും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കാണുന്നല്ലോ, പി സി ക്യു എം എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. ഈ 4 ബിന്ദുക്കൾ ചേർന്ന ഈ ക്വാഡ്രിലാറ്ററിൻ്റെ 4 മൂലകൾ വഴിയും ഈ വൃത്തം കടന്നു പോകുന്നു എന്ന് തെളിയിച്ചാൽ പോരെ? അതിനെന്ത് തെളിയിച്ചാൽ മതി? ഈ ക്വാഡ്രിലാറ്ററിൻ്റെ 4 മൂലകൾ വഴിയും ഈ വൃത്തം കടന്നു പോകുന്നെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും അല്ലേ? അഥവാ ഇതൊരു ചക്രീയ ചതുർഭുജമാണെങ്കിൽ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഈ 4 ബിന്ദുക്കൾ വഴിയും ഏത് കടന്നു പോകും? ഈ സർക്കിള് കടന്നു പോകും. അപ്പോൾ നമ്മൾ തെളിയിക്കേണ്ട എന്താ? ഈ കാണുന്ന പി സി ക്യു എം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ അല്ലയോ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഇതിൻ്റെ എനി പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണോന്ന് ചെക്ക് ചെയ്താൽ മതി. സപ്ലിമെൻ്ററി ആണോ, അഥവാ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകൾ അനുപൂരകങ്ങളാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ ചിത്രം. ഇതിൽ ആദ്യം നമുക്ക് ട്രയാങ്കിൾ എ ബി സി ഒന്ന് പരിഗണിക്കുക. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കണ്ടല്ലോ, എ ബി സി. അതിൽ ഞാൻ ആംഗിൾ എക്ക് എക്സ് ഡിഗ്രി എന്ന് എടുക്കുകയാണ്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ലെറ്റ് ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ ബി എ ഞാൻ വൈ ഡിഗ്രി എന്ന് എടുത്തു. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു വൈ ഡിഗ്രി. ഇപ്പോൾ എന്ത് ചെയ്തു? ഈ വലിയ ട്രയാങ്കിൾ ഒന്ന് പരിഗണിച്ചു. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ പരിഗണിച്ചു. അതിൽ ആംഗിൾ എ എക്സ് ഡിഗ്രി എന്നെടുത്തു, ആംഗിൾ ബി എ വൈ ഡിഗ്രി എന്നെടുത്തു. എങ്കിൽ ഈ ആംഗിൾ സി എന്തായിരിക്കും? 180യിൽ നിന്ന് ഇത് രണ്ടും കൂട്ടിയിട്ട് കുറയ്ക്കുന്നതായിരിക്കും അല്ലേ?
180 മൈനസ് എക്സ് പ്ലസ് വൈ ഡിഗ്രി ആയിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് PCQM ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്നാണ്. കാണുമല്ലോ, PCQM. അതിൽ ഒരു ആംഗിൾ നമുക്ക് കിട്ടി, ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതിനായിട്ട് അതായത് ഈ എമ്മിൽ വരുന്ന ആംഗിൾ QMP അല്ലെങ്കിൽ PMQ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഇത് രണ്ടും ഒന്ന് കൂട്ടി നോക്കാമായിരുന്നു അല്ലേ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ആയിരുന്നു. അതിനായിട്ട് ഞാനിവിടെ 3 വരകൾ വരയ്ക്കുകയാണ്. എമ്മിൽ നിന്ന്, എം എന്ന പോയിന്റിൽ നിന്ന് ആറിലേക്കും പിയിലേക്കും ക്യൂവിലേക്കും 3 വരകൾ വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടുന്നുണ്ട് അല്ലേ. ഈ ആംഗിൾ കൂടെ നമുക്ക് കണ്ടെത്തുകയാണ് ഇനി ലക്ഷ്യം. അതായത് ഈ ആംഗിൾ സിയുടെ ഈ ഓപ്പോസിറ്റ് ആംഗിളിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമോ നമുക്ക്. ഈ 3 വരകൾ വരച്ചപ്പോൾ നോക്കൂ, ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഏതാ അത്? AQMR. അതിൻ്റെ 4 ബിന്ദുക്കൾ നോക്കൂ, AQMR. അവ എവിടെയാണ്? ഈ സർക്കിളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ എന്ത് ക്വാഡ്രിലാറ്ററലാണ്? അതെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, അഥവാ ചക്രീയ ചതുർഭുജമാണ്. അപ്പോൾ കൺസിഡർ ദ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ AQMR. ചക്രീയ ചതുർഭുജം AQMR ഒന്ന് പരിഗണിക്കും. ഇതിൻ്റെ ഒരു ആംഗിൾ നമുക്കറിയാം, എക്സ് ഡിഗ്രി. ചക്രീയ ചതുർഭുജമാകുമ്പോൾ അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആകുമ്പോൾ 180 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 180 മൈനസ് എക്സ് ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഈ സൈഡ് നോക്കൂ, ഈ സൈഡിൽ BPMR. അതിൻ്റെ ഈ 4 മൂലകൾ എവിടെയാണ്? ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, ഒരു ചതുർഭുജമാണ്. ഇതിൻ്റെ ഈ 4 മൂലകൾ വൃത്തത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതും എന്താണ്? ഒരു ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. കൺസിഡർ ദ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ BPMR. ഇതിൻ്റെ ഒരു ആംഗിൾ അറിയാം, y ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആണ്, അത് അനുപൂരകങ്ങളാണ്. ഇത് y ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് y ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഈ ബിന്ദുവിന് ചുറ്റുമുള്ള 2 ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. കണ്ടല്ലോ, ഒന്ന് 180 മൈനസ് എക്സ് ഡിഗ്രി, മറ്റത് 180 മൈനസ് y ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബിന്ദുവിന് ചുറ്റുമുള്ള ബാക്കിയുള്ള ഈ കോണാണ്. ഈ കോണാണ് നമുക്ക് ആവശ്യം അല്ലേ. ഇതാണ് നമ്മുടെ ഈ ക്വാഡ്രിലാറ്ററലിനകത്ത് വരുന്നത്. PCQM എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ അകത്ത് വരുന്ന ഈ 3ാമത്തെ കോൺ. 3ാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ബിന്ദുവിന് ചുറ്റുമുള്ള കോണാണ് അല്ലേ. അതിൽ ഇത്രയും ഭാഗം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഇത്രയും ഭാഗം കണ്ടുപിടിക്കാം. ബിന്ദുവിന് ചുറ്റും മൊത്തം എത്രയുണ്ട്? 360 ഡിഗ്രി ഉണ്ട് അല്ലേ. അപ്പോൾ 360 ഡിഗ്രി ഉള്ളപ്പോൾ അതിൻ്റെ ഈ ബാക്കി ഭാഗം ആംഗിൾ PMQ കണ്ടുപിടിക്കാൻ 360 നിന്ന് ഏത് രണ്ടും കൂട്ടി കുറച്ചാൽ മതി? ഈ 180 മൈനസ് എക്സും 180 മൈനസ് വൈയും കൂട്ടിയിട്ട് കുറച്ചാൽ പോരെ. അപ്പോൾ ആംഗിൾ PMQ എന്ന് പറയുന്നത് 360 നിന്നും ഏതൊക്കെ? 180 മൈനസ് എക്സ്, ഈ കാണുന്ന ആംഗിളും ഈ കാണുന്ന ആംഗിൾ 180 മൈനസ് വൈയും കൂടെ ആഡ് ചെയ്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നോക്കൂ, ഇവിടെ 360 നിന്ന്, അപ്പോൾ അടുത്ത 360 മൈനസ് ഈ 180 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 360 അല്ലേ. അപ്പോൾ 360 മൈനസ് 360 മൈനസ് എക്സ് മൈനസ് വൈ. ബ്രാക്കറ്റ് ഓഫ് ചെയ്യൂ, ബ്രാക്കറ്റ് മൈനസ് കൊണ്ട് അകത്തെല്ലാം മൾട്ടിപ്ലൈ ചെയ്യൂ. എന്ത് കിട്ടും? 360 മൈനസ് 360 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് വൈ പ്ലസ് വൈ. ഈ 360 ക്യാൻസൽ ആവും. ബാക്കി എന്ത് മാത്രം വരും? എക്സ് പ്ലസ് വൈ എന്ന് മാത്രം വരും. അപ്പോൾ ഈ ആംഗിൾ എത്രയെന്ന് കിട്ടി നമുക്ക്? എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ PCQMലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ആംഗിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടി നോക്കാം. അതായത് കൺസിഡർ പി സി ക്യു എമ്മിലെ ആംഗിൾ സിയും ആംഗിൾ എമ്മും കൂടെ ഞാൻ കൂട്ടുകയാണ്. ആംഗിൾ സി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ? 180 മൈനസ് എക്സ് പ്ലസ് വൈ. ആംഗിൾ എം എത്രയാ? പ്ലസ് ആംഗിൾ എം എക്സ് പ്ലസ് വൈ അല്ലേ? അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 180 മൈനസ് എക്സ് പ്ലസ് വൈ, ആംഗിൾ എം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ. മൈനസ് എക്സ് പ്ലസ് വൈയും പ്ലസ് എക്സ് പ്ലസ് വൈയും ക്യാൻസലാവും. ബാക്കി എന്തെന്ന് മാത്രം കിട്ടും? 180 ഡിഗ്രി എന്ന് മാത്രം കിട്ടും. അപ്പോൾ എന്തോ കണ്ടു നമ്മൾ? ഈ ക്വാഡ്രിലാറ്ററലിലെ പി സി ക്യു എം എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയ ആംഗിൾ സിയും ആംഗിൾ എമ്മും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രിയാണെന്ന് കിട്ടി? 180 ഡിഗ്രി ആണെന്ന് കിട്ടി. അതായത് ഈ രണ്ട് ആംഗിൾസും എന്താണ്? അനുപൂരകങ്ങളാണ്. ആ രണ്ട് കോണുകൾ എന്താണ്? അനുപൂരകങ്ങളാണ്. ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസും സപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് എന്തായിട്ട് മാറും? therefore പി സി ക്യു എം എന്താണ്? ചക്രീയമാണ്, ചക്രീയ ചതുർഭുജമാണ്, അല്ലെങ്കിൽ സൈക്ലിക് ആണെന്ന് നമുക്ക് കിട്ടി. പി സി ക്യു എം ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതിനർത്ഥം സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന് അർത്ഥം എന്താ? ഈ പി സി ക്യു വഴി പോയ വൃത്തം ഏത് വഴിയും കടന്നു പോകും? എം എന്ന് പറയുന്ന പോയിൻ്റ് വഴിയും കടന്നു പോകും. ഇതല്ലേ നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നേ? ഈ മൂന്നാമത്തെ ത്രികോണമായ ട്രയാങ്കിൾ പി സി ക്യുവിൻ്റെ പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ ഏത് വഴിയും കടന്നു പോകുന്നുണ്ട്? എം വഴിയും കടന്നു പോകുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ നോട്ടൊന്ന് എഴുതിയെടുത്തോളൂ. ഇനി നമുക്കൊരു അസൈൻമെൻ്റാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അസൈൻമെൻറ്റ് ഇതാണ്. ചിത്രത്തിൽ CNB എന്ന ചാപത്തിൻ്റെ നീളം വൃത്തത്തിൻ്റെ ചുറ്റളവിൻ്റെ 5/1 AMD എന്ന ചാപത്തിൻ്റെ നീളം വൃത്തത്തിൻ്റെ ചുറ്റളവിൻ്റെ 6/1 എങ്കിൽ ഒന്നാമത്തെ ചോദ്യം, CNB എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോൺ എത്ര? ആംഗിൾ CDB, ആംഗിൾ ABD, ആംഗിൾ APD എന്നിവയുടെ അളവുകൾ കാണുക. ഇൻ ദ ഫിഗർ ദ ലെങ്ത് ഓഫ് ദ ആർക്ക് CNB is 1/5 of the perimeter of the circle and the length of the arc AMD is 1/6 of the perimeter of the circle. What is the measure of the central angle of the arc CNB? Second question, find the measures of angle CDB, angle ABD and angle APD. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ചെയ്ത ചോദ്യങ്ങൾ അല്പം ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ എഴുതി അത് പഠിച്ചു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗണിതാധ്യാപകരുമായിട്ട് സംശയ നിവാരണം നടത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.